ഓപ്പറേഷൻ താമരയിൽ ബീഹാറിലെ മഹാസഖ്യ സർക്കാരിന് പതനം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ അല്പം മുമ്പ് രാജിവെച്ചു. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ബി.ജെ.പി പിന്തുണയോടുകൂടി വീണ്ടും നിതീഷ് മുഖ്യമന്ത്രിയാകുന്നു. ചടങ്ങുകളിലേക്ക് माननीय राज्यपाल जी, आपकी अनुमति से मैं मनोनीत मुख्यमंत्री की नियुक्ति संबंधी आदेश पढ़ता हूँ। आदेश। बिहार के राज्यपाल संविधान के अनुच्छेद 164 द्वारा प्रदत्त शक्तियों का प्रयोग करते हुए श्री नीतीश कुमार को बिहार राज्य का मुख्यमंत्री एवं मंत्रिपरिषद का सदस्य नियुक्त करते हैं। बिहार के राज्यपाल के आदेश से रॉबर्ट एल जोंथू, राज्यपाल के प्रधान सचिव। मनोनीत मुख्यमंत्री से अनुरोध है कि वे मंच पर पधारकर शपथ ग्रहण करने की कृपा करें। मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं बिहार राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा और किसी व्यक्ति या व्यक्तियों को तब से सिवाय, जबकि ऐसे मुख्यमंत्री के रूप में अनेक कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित होगा, प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा। ബീഹാർ മുഖ്യമന്ത്രിയുമായി വീണ്ടും നിതീഷ് കുമാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കുകയാണ്. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. 2013 ജൂണിലാണ് ആദ്യത്തെ കളമാറ്റം. NDA സർക്കാരിനെ നയിച്ചിരുന്ന നിതീഷ് പെട്ടെന്ന് BJP ബന്ധം ഉപേക്ഷിച്ചു. നരേന്ദ്രമോദിയെ BJPയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അന്ന് BJPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന ചോദ്യം ചെയ്തുകൊണ്ട് BJPക്കെതിരെ കലാപക്കൊടി ഉയർത്തി. പക്ഷേ പിന്നീട് കോൺഗ്രസുമായും മറ്റ് പ്രതിപക്ഷ കക്ഷികളുമായുള്ള ബന്ധം അധികകാലം മുന്നോട്ട് കൊണ്ടുപോവില്ല. കളമാറ്റങ്ങൾ നിരവധി പിന്നീട് ബീഹാർ രാഷ്ട്രീയത്തിൽ കണ്ടു. നിതീഷ് കുമാർ അതിന് നേതൃത്വം നൽകി. ഇപ്പോഴത്തെ ഒടുവിൽ വീണ്ടും
ബിജെപിക്കൊപ്പം ചേർന്ന് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ ബിജെപിക്കൊപ്പം ചേർന്ന് പുതിയ സർക്കാർ ബീഹാറിൽ നാടകീയമായി രൂപീകരിക്കുന്നത്. आदेश बिहार के राज्यपाल संविधान के अनुच्छेद 164(1) द्वारा प्रदत्त शक्तियों का प्रयोग करते हुए मुख्यमंत्री की सलाह से निम्नांकित व्यक्तियों को बिहार राज्य का मंत्री एवं मंत्रिपरिषद का सदस्य नियुक्त करते हैं. അസുരങ്ങളുമായിട്ട് അനൂപ് അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ പല ഘട്ടങ്ങളിൽ സ്വീകരിച്ച അതേ നിലപാട് മലക്കം മറിഞ്ഞൊടുവിൽ വീണ്ടും ബി.ജെ.പി പാളയത്തിലേക്ക് ബി.ജെ.പിയുമുള്ള സഖ്യത്തിലേക്ക് നിതീഷ് എത്തിയിരിക്കുന്നു. വീണ്ടും നാടകീയമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് ബീഹാറിന്റെ ഭരണത്തലപ്പത്തേക്ക് നിതീഷ് എത്തുകയാണ്. എത്രത്തോളം കനത്ത ആഘാതമെന്ന വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിതീഷിന്റെ കളം മാറ്റത്തിലൂടെ ഉണ്ടാകുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. ദേശീയ തലത്തിൽ എങ്ങനെ ചർച്ചയാകുന്നുണ്ട് ഈ മാറ്റം? നിതീഷ് കുമാറിന്റെ കളം മാറ്റി ചവിട്ടൽ ബി.ജെ.പിക്കൊപ്പമുള്ള പോക്കെല്ലാം ഇന്ത്യ സഖ്യത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം 2022 ബി.ജെ.പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും മഹാഗഠബന്ധനൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായതിനു ശേഷം നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ചേർന്നാണ് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ, ആ പേരിലല്ല എങ്കിലും ബി.ജെ.പിക്കെതിരെ ഒരു സഖ്യം രൂപീകരിക്കാനുള്ള പ്രാഥമികമായ ഇടപെടലുകൾ നടത്തി. ആദ്യം മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിച്ചു, സോണിയാഗാന്ധിയെ വിളിച്ചു, രാഹുൽ ഗാന്ധിയെ കണ്ടു. ഈ ഖാർഗെയെയും സോണിയയെയും രാഹുലിനെയും ഡൽഹിയിലെത്തി കണ്ടു. സഖ്യ രൂപീകരണത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോയി സഖ്യത്തിന്റെ ആദ്യ യോഗം പട്നയിൽ നടത്തി. അതിന് എല്ലാ നേതാക്കന്മാരെയും ക്ഷണിച്ച് വിളിച്ചു സ്വീകരിച്ചിരുത്തി. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത നേതാവാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഉയർത്തിക്കാണിക്കപ്പെടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, സഖ്യത്തിന്റെ കൺവീനർ ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലാകാത്ത ഘട്ടത്തിലാണ് അദ്ദേഹം ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് ബി.ജെ.പിക്കൊപ്പം വീണ്ടും പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത്. ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന നേതാവ്, ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറായി ഉയർത്തിക്കാണിക്കപ്പെട്ട നേതാവ്, അതായത് ഏറ്റവും ഒടുവിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച പേര് നിതീഷ് കുമാറിൻ്റെതാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ എതിർപ്പിനെ രാഹുൽ അങ്ങനെ എതിർത്തതല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്നത്തെ യോഗത്തിൽ മമതാ ബാനർജി ഇല്ല, മമതയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം മതി നിതീഷിനെ കൺവീനറാക്കി നിശ്ചയിക്കുന്ന തീരുമാനം. ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ രാഹുലിന്റെ ആ അഭിപ്രായം വലിയ തോതിൽ പ്രകോപിതനാക്കിയിട്ടുണ്ട് നിതീഷിനെ. മാത്രവുമല്ല JDU പറയുന്ന മറ്റൊരു പ്രശ്നവുമുണ്ട്. ഈ ജനുവരി 13 യോഗത്തിന് തൊട്ട് മുൻപത്തെ യോഗത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ, ആ യോഗത്തിൽ വെച്ച് മമതാ ബാനർജി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെ വരണമെന്നായിരുന്നു നിർദ്ദേശം. അരവിന്ദ് കെജ്രിവാൾ അതിനെ പിന്താങ്ങി. അത് വലിയ ഈ ഒരു നിർദ്ദേശവും പിന്താങ്ങലും വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം നിതീഷ് കുമാറിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കപ്പെടാൻ താൻ യോഗ്യനാണ്, പക്ഷേ തന്നെ ഇന്ത്യ സഖ്യം പരിഗണിച്ചില്ല എന്നൊരു പ്രശ്നം നിതീഷ് ഉണ്ടായി. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുമാറ്റത്തിലേക്ക്, കളംമാറ്റത്തിലേക്ക് ഒക്കെ നയിച്ചത്. അതായത് വലിയ ബുദ്ധിപരമായ ഒരു നീക്കം ഇന്ത്യയുടെ നേതൃത്വത്തിൽ, ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു വലിയ ബുദ്ധിപരമായ ഒരു നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യനിര രൂപപ്പെട്ടു വരുമ്പോൾ അതിന് നേതൃത്വം നൽകിയ, മുൻകൈയെടുത്ത നേതാവിനെ തന്നെ ഒപ്പം നിർത്താൻ കഴിഞ്ഞുവെന്നത് വളരെ പ്രധാനമല്ലേ? ഇങ്ങനൊരു ഓപ്പറേഷൻ നടക്കുന്നു എന്ന സൂചന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് അടക്കമുള്ളവർക്കുണ്ടായിരുന്നു. ഇങ്ങനൊരു നീക്കം നടക്കുന്നു എന്ന സൂചന കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ കണ്ടത്. നിതീഷ് കുമാർ കഴിഞ്ഞിടയ്ക്ക് JDUയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. അന്ന് ലലൻ സിംഗ് ഈ ബി.ജെ.പിയുമായി വീണ്ടും JDU ബി.ജെ.പിയിലേക്ക് പോകുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത നേതാവാണ് ലലൻ സിംഗ്. അദ്ദേഹത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നിതീഷ് ഉണ്ടായിരുന്നു. ലലൻ സിംഗ് രാജി സമർപ്പിച്ചു. നിതീഷ് യാതൊരു പ്രശ്നവും കൂടാതെ സ്വീകരിച്ച്
സ്വയമേ അധ്യക്ഷനായി അവരോധിച്ചു. അതിനുശേഷം 19 നേതാക്കളെയാണ്, അതായത് JDUയുടെ ദേശീയ നേതൃതലത്തിലുള്ള 19 നേതാക്കളെ മാറ്റി പകരം നേതാക്കളെ നിതീഷ് കൊണ്ടുവന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ തരത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയത്. അതായത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബീഹാർ നിയമസഭാ കക്ഷി നേതാവായി അവരോധനായ സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇരിപ്പിടത്തിലേക്ക് മടങ്ങി നടക്കം ദൃശ്യങ്ങളിൽ കാണാം. BJP സംബന്ധിച്ച് വലിയൊരു കുതിപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാക്കാനാകുന്നു എന്നതിനൊപ്പം തന്നെ നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു പ്രഹരമേൽപ്പിക്കാൻ കൂടി കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും ഉണ്ടാകുമല്ലോ. രതീഷ് പറഞ്ഞത് കൃത്യമാണ്. അതായത് 2 തരത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ഒന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് തലക്കേറ്റ കനത്ത ആഘാതമാണ് ഇപ്പോൾ BJP നടത്തിയിട്ടുള്ള ഈ കുതിരക്കച്ചവടം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സർക്കാരിനെ വീഴ്ത്തിയ നടപടി എന്ന് പറയാം. ഒന്ന്. രണ്ടാമത്തേത്, ബീഹാറിൽ 40 ലോക്സഭാ സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ അത് തൂത്തുവാരിയതാണ് BJP സഖ്യം. ഈ 40 സീറ്റുകളിൽ ഇപ്പോഴത്തെ നിലയിൽ നേരത്തെ മഹാഗഡ്ബന്ധൻ നിലനിൽക്കുമായിരുന്നെങ്കിൽ 40 പോലും വിജയിക്കാനുള്ള ശേഷി ആ സഖ്യത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. BJPക്കൊപ്പം JDU വരുന്നതോടുകൂടി വലിയൊരു സഖ്യമായത് മാറി. മാത്രവുമല്ല, നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 5.44% വോട്ട് നേടിയ ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, ആ പാർട്ടി കൂടി ഇതാ ചേർന്നിരിക്കുന്നു ഇന്നലെ NDAക്കൊപ്പം. ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ചേർന്നിരിക്കുന്നു. ഇതെല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ വലിയൊരു സഖ്യമായി ബീഹാറിൽ NDA മാറിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും RJD കോൺഗ്രസ് ഇടത് സഖ്യത്തിന് എന്നതാണ് വിഷയം. തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുട്ടുകുത്തിയിട്ടില്ല, ഇനിയൊരിക്കലും കുത്തുകയുമില്ല. ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും BJPക്കൊപ്പം ഒരിക്കലും പോവുകയില്ല, ഞങ്ങൾ ശക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് തീപ്പാറും പോരാട്ടമായിരിക്കും ബീഹാറിൽ. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനം ബീഹാർ ആയിരിക്കും.